ജിജോസ് കോർണറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, അവൽ ഉണ്ട. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവലാണ് മെയിൻ ഐറ്റം. അത് ഞാൻ എടുത്തേക്കുന്ന ബ്രൗൺ അവലാണ്. പിന്നെ കുറച്ച് നെയ്യ് വേണം, കുറച്ച് തിരകിയ തേങ്ങ വേണം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ശർക്കര. അപ്പോൾ ആദ്യം ഞാൻ പാൻ ചൂടാക്കി അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന അവലെടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഏകദേശം ഒരു 2.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ബ്രൗൺ അവലാണ് എടുത്തേക്കുന്നത്. അത് എല്ലാം ഒന്ന് വറുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് തണുക്കാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ആ തേങ്ങ ഒന്ന് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് വരെ മൂക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തണുത്ത അവലൊന്ന് പൊടിച്ച് മിക്സി കത്തിട്ട് നല്ല ഒന്ന് അടിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് ഒത്തിരി അങ്ങ് തീരെ ഫൈൻ പേസ്റ്റ് പൊടിയാവരുത്. അതിന് എന്താ പറയുന്നത്, ഒരു തരിതരിയായിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ശർക്കര പൊടിച്ച് ഇടുകയാണ്. അതുകൂടി ഇട്ട് വേണം നമ്മൾ എടുക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇടാം, ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനി കാച്ചി വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ ലാസ്റ്റിൽ അത് പറയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പാനി കാച്ചിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് പൊടിച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്ന അവലിൻ്റെ മിക്സർ ഇടണം. അപ്പോൾ അവലിൻ്റെ മിക്സർ അതിനകത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ആ തേങ്ങയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും അത് രണ്ടും കൂടെ ഇട്ട് അത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അവൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ ആ നെയ്യും എല്ലാം ഒന്ന് പിടിച്ച് എല്ലാം ഒന്നായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഡയറക്റ്റ് ഇട്ടാൽ അണ്ടിപ്പരിപ്പ് നമുക്ക് കയ്യിലൊന്ന് ഉടച്ചു കൊടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കുക. അത് മൊത്തമായിട്ട് കിടക്കണം. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് മൊത്തമായിട്ട് വേണമെങ്കിലും ഇടാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വേണം ഇടാം. ഞാനത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കുന്നതേ ഉള്ളൂ. അത് ഒത്തിരി ഒന്നും ഫൈൻ പേസ്റ്റ് പൊടിയായിട്ടല്ല ഇടുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് നമുക്ക് ഒരു ഇച്ചിരി ഏലക്കായുടെ പൊടി അതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇതിനകത്ത് ചെയ്യുന്നത് ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പഴമാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ശർക്കര പാനി കാച്ചിയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പം ഞാനിപ്പം പാനി കാച്ചാതാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആ പഴം എടുത്തിട്ട് അത് ജസ്റ്റ് ആ ഒരു ഇച്ചിരി നെയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ഉടച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അതിനകത്തോട്ട് തന്നെ ഈ നമ്മുടെ അവലിൻ്റെ മിശ്രിതം കൂടി ഇട്ടിട്ടാണ് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് അധികം നാൾ ഇരിക്കത്തില്ല. അധികം നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി കാച്ചി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിങ്ങനെ രീതി എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ പഴത്തിൻ്റെ കൂടെ ഒരു ഫ്ലേവർ വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാനി കാച്ചി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് എല്ലാം മിക്സായി കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പം ഒരു ചെറു ചൂടോടുകൂടി അത് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കണം. അപ്പോൾ അത് അവരവരുടെ വലിപ്പം അനുസരിച്ചിട്ട് ആവശ്യമനുസരിച്ചിട്ട് വലിപ്പമാക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ നല്ലപോലെ ഉണ്ട പിടിച്ചിട്ട് വെക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ഹാർഡാവും. നമുക്ക് വാമായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും സേഫായിരിക്കുക. എന്താ പറയുന്നത്, നല്ലപോലെ മുൻകരുതലെടുക്കുക, മാസ്ക് ഉപയോഗിക്കുക പുറത്ത് പോകുമ്പം. അപ്പം എല്ലാ കാര്യങ്ങളും വളരെ സേഫായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.